ഹലോ, നമ്മുടെ കോഴിക്ക് കുട്ടികളുണ്ടായിട്ടോ. നമ്മളിവിടെ അട വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം 13 മുട്ട വെച്ചായിരുന്നു. അതിൽ 11 വിരിഞ്ഞ് കിട്ടി, 2 മുട്ട കേടായി പോയായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ അട വയ്ക്കുന്നത്. നമ്മൾ ഇതിന് മുന്നേ വെച്ചിട്ടില്ല. നമുക്കിവിടെ 4 കോഴികളുണ്ട്, 3 പെടയും 1 പൂവനും. അപ്പോൾ ഇവരുണ്ടായപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. നമ്മൾ സ്റ്റാർട്ടർ തീറ്റയാണ് വാങ്ങിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ കുപ്പിയിലായിട്ട് വെള്ളവും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട്. ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ്. എല്ലാവരും കുറച്ചീശൊക്കെ കൊത്തിപ്പെറുക്കി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോഴിയുടെ മുട്ട ആകെ 2 ഉള്ളൂ. പിന്നെ നമ്മൾ അപ്പുറം ഒരു വീട്ടിൽ നിന്ന് ഒരു 11 മുട്ട വാങ്ങിച്ചായിരുന്നു. നമ്മുടെ 2 മുട്ടയും കൂടെ കൂട്ടി അങ്ങനെ 13 വെച്ച്. ഉഷാറായിരിക്കുന്നു. ഇവരെ എങ്ങനെ നോക്കണമെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ ഒന്നും എനിക്ക് വലിയ ധാരണയില്ല. ഞാനും കുറേ കാര്യങ്ങളൊക്കെ യൂട്യൂബ് നോക്കി തന്നെയാണ് ചെയ്യാറ്. വേറൊരാളെയും കൂടെ വെച്ചിട്ടുണ്ട്. അവളും ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മളിത് ചാരത്തിലാണ് അട വയ്ക്കുന്നത്. ചാരത്തിൽ ഒരു കുഞ്ഞു കഷ്ണം ഇരുമ്പിൻ്റെ പീസും 2 പത്തലമുളകും ലേശം പാറ്റച്ചോക്ക് ഒരു കുഞ്ഞു കഷ്ണം എടുത്ത് പൊടിച്ച് അത് ഈ ചാരത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് വെച്ചത്. ഇറങ്ങിയ ആൾക്ക് പേനൊന്നുമില്ല. അപ്പോൾ അടുത്ത ആളുടെ കാര്യം നമുക്ക് അറിയത്തില്ല. പിന്നെയുള്ള ഒരാൾ ഇവളാണ്. ഇതാണ് നമ്മുടെ പൂവൻ. അങ്ങനെ നമുക്കിവിടെ 4 പേരാണ് മൊത്തം. ഇത് നമ്മുടെ ഒരു പഴയ തൊഴുത്താണ് കേട്ടോ. ആദ്യം നമുക്കിവിടെ പശു ഉണ്ടായിരുന്നു. പിന്നെ പശുവിനെയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ മാറ്റിയതാണ്. അപ്പോൾ അവൾ വിരിഞ്ഞിറങ്ങിയിട്ട് ഇത്രയും കാലിയായിട്ടുള്ള കൂട്ടിലേക്ക് ഇടാമെന്ന് വെച്ചിട്ടാണ്. നമ്മളിതിലൊരു ബൾബും കൂടെ, അവർക്ക് ചൂട് വേണമെങ്കിൽ, ഇവിടെ വയനാട്ടിൽ പൊതുവേ തണുപ്പാണല്ലോ, അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറണ്ട് പോയിരിക്കുകയാണ്. ഒരു മഴയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇടിവെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് കറണ്ട് പോയേക്കുവാണ്. ഒരു മഴ കഴിഞ്ഞതിൻ്റെ ഓളാണ് ഈ കാണുന്നത്. പിന്നെ നമുക്കിവിടെ പുതിയൊരാൾ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം ബോർഡിങ്ങിനായിട്ട് വന്നതാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ്. പിന്നെ പേര് അപ്പൂസ്. ആൾ തമിഴനാട്ടോ. മലയാളമൊന്നും പറഞ്ഞാൽ വലിയ രീതിക്ക് അറിയില്ല. ഞാൻ പിന്നെ കുറേ മുറിത്തമിഴൊക്കെ പറഞ്ഞങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ആളാണിത്, ഷാഡോ. ഷാഡോ ഉഷാറായിക്കൊണ്ടിരിക്കണു. ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ആൾ ഉഷാറായിട്ടുണ്ട്. ഷാഡോ അയച്ചു വിടാറില്ല. അപ്പോൾ അതിനുള്ളൊരു ബഹളമാണ്. ഇവിടെ നമുക്ക് തോട്ടപ്പുഴു അട്ട എന്ന് പറയുന്ന സാധനത്തിൻ്റെ ചെറിയൊരു ശല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അയച്ചു വിടാറില്ല. അവർ കാലിലും കയ്യിലെല്ലാം കയറി കടിക്കും. അതുകൊണ്ട് ഇതാണ് എൻ്റെ ആമ്പൽ കളക്ഷൻ. മഴ പെയ്ത് തോർന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ പൂവൊന്നുമില്ല. അങ്ങനെ മഞ്ഞയും പിങ്കും വയലറ്റും പീച്ചും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു.